അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാനാണ്. അതൊരു പുതിയ മസല എന്നല്ല, അത് ഇസ്ലാം അനുവദിച്ച വിഷയമാണ്. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മാത്രമല്ല, ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പല നിബന്ധനകളും പലരും പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ഒന്ന് പറയുകയാണെങ്കിൽ, പിന്നെ തൗറാത്തും ഇഞ്ചീലും ഒക്കെ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് തന്നെ ഈ പെണ്ണിൻ്റെ കുടുംബം അവരെ വാപ്പാരായിട്ട് പിന്നെ അഹ്ൽ കിതാബിൽപ്പെട്ടവരായിരിക്കണം. അതല്ലാതെ ഇടയിൽ വെച്ച് കൺവെർട്ട് ചെയ്തിട്ട് അത് കൂടിയവരാകരുത്. അങ്ങനെയുള്ള ആദ്യമേ പിന്നെ അഹ്ൽ കിതാബിൽപ്പെട്ടവരാണ്. എന്നുവെച്ചാൽ ജൂത കുടുംബത്തിൽപ്പെട്ടവരാണ്, ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള കുടുംബത്തിലെ സ്ത്രീകളെ മുസ്ലിം പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാനാണ്. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് താൽക്കാലികമായി അത് അനുവദിച്ചില്ല. ഉമർ ഖത്താബ് എന്നാണ് പറഞ്ഞത് ഹക്കീം ഫൈസിയുടെ പ്രസംഗത്തിൽ. അതങ്ങനെ പല പിന്നെ ഖുലഫാഉർ-റാഷിദീങ്ങളിൽപ്പെട്ട ആളല്ലേ. അപ്പോൾ ഭരണത്തിന്റെ സുഖത്തിന് വേണ്ടി ചില പ്രത്യേകമായ തീരുമാനങ്ങൾ കൊടുക്കുമല്ലോ. അപ്പോൾ താൽക്കാലികമായി അദ്ദേഹം അങ്ങനെ മുസ്ലിങ്ങളെ തന്നെ അഹ്ൽ കിതാബിന് വിവാഹം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കട്ടവന്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷേ ആ കാലത്തുണ്ടായ ഒരു ദാരിദ്ര്യം ജനങ്ങളെ വല്ലാതെ പിടികൂടി. ദാരിദ്ര്യം ജനങ്ങളെ കൂടിയിട്ടുണ്ടെങ്കിൽ വിശന്നാൽ ചിലപ്പോൾ കക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നിർബന്ധിതാവസ്ഥയിലാണ് കക്കണത്. കാരണം വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പം അങ്ങനത്തെ ഘട്ടം വന്നപ്പോൾ കട്ടവന്റെ കൈ മുറിക്കാൻ പാടില്ല എന്ന നിയമമാണ് ഉമർ ഖത്താബ് താൽക്കാലികമായി പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അതല്ല അദ്ദേഹം മിശ്ര വിവാഹം അനുവദിച്ച ഒന്നല്ല, അള്ളാഹുവിനെ അനുവദിച്ച ഒരു വിഷയമാണ്. അത് ഭരണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി തൽക്കാലം നിർത്തിവെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഖുർആനിൽ തന്നെ ഉള്ളത്. എന്താണ് ഇതൊക്കെ ഇങ്ങനെ? എന്താണ്? സൂറത്തുൽ മാഇദയിലുള്ള വിഷയല്ലേ? വൽമുഹ്സനാത്തു മിനൽ മുഅ്മിനാത്തി വൽമുഹ്സനാത്തു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ വലാ മുത്തഖിദി അഖ്ദാൻ. സൂറത്തുൽ മാഇദയുള്ളതല്ലേ? മുസ്ലിം പുരുഷന്മാർക്ക് മുഅ്മിനാത്തുകളായ സ്ത്രീകളെയും വിവാഹം കഴിക്കാം, അഹ്ൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെയും വിവാഹം കഴിക്കാം. ഖുർആന്റെ നസ്സല്ലേ? എന്താണ് ഈ തഫ്സീറുൽ ജലാലൈനൊക്കെ ഓതിയ ഈ മുതഅല്ലിമീങ്ങള്, ഉസ്താദുമാര്, ചില ആളുകൾക്ക് തഹ്സീലൊക്കെ ഉള്ള കൂട്ടർ, അവരൊന്നും ഇത് പഠിക്കാതിരിക്കുക ചിലൊരു വിഷമല്ലേ. ഇവിടെ ഹക്കീം ഫൈസി ആദ്യമായിട്ടാണ് പറഞ്ഞതെന്നല്ല അഹ്ൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന്. അഹ്ൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നാണ് ഇസ്ലാമിന്റെ വിധി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചില പ്രത്യേക സാഹചര്യത്തിൽ ആ നിയമം നിർത്തിവെച്ചു. കട്ടവന്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. അതാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ മൂപ്പര് പുതിയ നിയമം കൊണ്ടുവന്നൊന്നല്ല. പിന്നെ 2 ദിവസം നീണ്ടു നിന്ന് വഫിയ ഫെസ്റ്റ്, വളരെ ശാന്തമായ 2 ദിവസത്തെ സമ്മേളനം. ഒരു ഭീഷണിയും ആർക്കെതിലും മുഴക്കിയിട്ടില്ല. അവിടെ ആരും അങ്ങനാക്കും ഇങ്ങനാക്കും മുസ്ലിം ഉമ്മത്തിനെ പിളർത്തുന്ന ഒരു വാക്കും ആരും പറഞ്ഞിട്ടില്ല. വളരെ ശാന്തമായ മുസ്ലിം ഉമ്മത്തിന് പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ, അത് കുട്ടികൾ അവരുടെ പ്രസംഗങ്ങളിലാവട്ടെ പാട്ടുകളിലാവട്ടെ മറ്റ് കലാരൂപങ്ങളൊക്കെ പലവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ആവട്ടെ എല്ലാം പഠിക്കാനുള്ളത്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. എടുത്തു പറയേണ്ട വിഷയമാണ് ഈ ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാം ഹറാമാക്കുക. അപ്പം ഇൻഷുറൻസിൽ നിന്ന് അനുവദിക്കപ്പെട്ടത് വല്ലതുണ്ടോ എന്ന് പോകും ഫിഖ്ഹിന്റെ കിതാബുകൾ, അതിന് വെറും ഷാഫിഈ ഫിഖ് മാത്രം പിന്നെ പരിശോധിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയ വിഷയങ്ങളാണ്. ഒരു സെമിനാർ രൂപത്തിൽ അവതരിപ്പിച്ചത്, അല്ല ഫത്വ കൊടുത്തോന്നല്ല. ചില ആളുകൾക്ക് എന്താ ഫത്വ, എന്താ സെമിനാർ, അതൊന്നും അറിയില്ല. ഒരു സെമിനാറിൽ അവിടുത്തെ ആളുകൾ ആ വിഷയം ഒന്ന് പങ്കുവെച്ചു, പിന്നെ ഇൻഷുറൻസ് എന്ന വിഷയം. അതേ സമയത്ത് ഇവിടെ പലതും സഹായനീതിയുള്ള പേരിലൊക്കെ നമ്മുടെ ആളുകളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. മാസം മാസം ഒരു സംഖ്യ മുഅല്ലിമീങ്ങളുടെ അടുത്ത് നിന്ന് വസൂലാക്കുക, അതിൽ വർഷത്തിൽ ഒരു സംഖ്യ വസൂലാക്കുക.
എന്നിട്ട് അവർക്ക് രോഗം വന്നാൽ അവരുടെ മക്കളെ കെട്ടിക്കാൻ അവരുടെ അതിലേര് മരിച്ചാൽ ഒക്കെ ഈ അടച്ചതിനേക്കാളും വലിയ സംഖ്യ തിരിച്ചു കൊടുക്കുക, അങ്ങനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിന് പേരെന്താണ്? ഇൻഷുറൻസ് എന്നല്ലാന്ന് മാത്രം, സഹായനിധി എന്നാണ്. ഇത് പേര് ഇൻഷുറൻസ് എന്നാണ് മാത്രം. അപ്പൊ ഇതിൽ നിന്ന് എല്ലാ ഇൻഷുറൻസും അല്ല, ഓരോ ഇൻഷുറൻസിന് പല ഭാഗമുണ്ടല്ലോ. അതൊക്കെ ശരിക്കും ചിക്കി കുറ്റി പരിശോധിച്ച് ഷാഫിഈ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇൻഷുറൻസിൽ നിന്ന് ചിലത് അനുവദനീയമാണ് എന്ന് കണ്ടെത്തിയതാണ്. ഇനി ഉലമാക്കൾ വരട്ടെ, അതായത് ആരെങ്കിലും ഇവരെ യൂട്യൂബർമാർ അവർക്ക് കൂടുതൽ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന വിഷയമല്ലല്ലോ. പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ, അവർ എതിർക്കട്ടെ. അതിലിങ്ങനെ അവർക്കത് ഈ വിഷയത്തിൽ പ്രത്യേകമായ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉമ്മത്തിനെ അറിയിക്കട്ടെ. വാഫികളെ പറഞ്ഞതല്ലാത്ത തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കട്ടെ, അതല്ല വേണ്ടത്. പണ്ട് ഇവിടെ വാഫികൾ പലതും പറഞ്ഞത് ഉമ്മത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവയവദാനം. അവയവദാനം അനുവദനീയമാണ് എന്ന് വാഫികൾ ഒരു സെമിനാർ മുഖേന തന്നെ അറിയിച്ചു. അതായത് ഉറണ്ട് അറിയിച്ചാൽ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ ശരിക്ക് പരിശോധിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയ വിഷയം പറഞ്ഞതാ. പിന്നെന്തുണ്ടായി? ബഹുമാനപ്പെട്ട മുസൽ ഫൈസി സമസ്തന്റെ മുഷാവറംഗം മുസൽ ഫൈസി അടക്കം അനുവദനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയില്ലേ? ആ മുസൽ ഫൈസി പുസ്തകം എഴുതിയതുകൊണ്ടല്ലേ വാഫികളുടെ ഇതിലാരും തിരിയാഞ്ഞത്. അതുപോലെ തന്നെ തവണ ജുമാ, ഒരു മഹല്ലിലെ ഒരു പള്ളിയിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റൂല, എന്നാൽ ആ മഹല്ലിൽ വേറെ പല പള്ളികളിലുമായിട്ട് ഒന്നിലധികം ജുമാ നടത്താമെന്നാണല്ലോ. അത് വേറെ പല സ്ഥലങ്ങളിൽ ആവണമെന്നില്ല, ഒരേ പള്ളിയിൽ തന്നെ ഒന്നിലധികം പ്രാവശ്യം ജുമാ നടത്താം. അതിന് ഷാഫിഈ ഫിഖ് എതിരല്ല എന്ന് ഒരു സെമിനാർ മുഖേന അവതരിപ്പിച്ചു വാഫികൾ കഴിഞ്ഞ ഫെസ്റ്റിലാണ് തോന്നുന്നുണ്ട്. കേരളത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരൊക്കെ അത് അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട നജീബ് മൗലവി, അദ്ദേഹം അറിയപ്പെട്ട ഒരു ഫിഖ്ഹി പണ്ഡിതനാണ് കേരളത്തിൽ. അദ്ദേഹം അത് അംഗീകരിച്ചിട്ട് മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ പള്ളിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഒരു ജുമാ കഴിഞ്ഞിട്ട് വേറൊരു ജുമാ, ആ ജുമായിട്ട് വേറൊരു ജുമാ, അങ്ങനെ